Hi everyone, this is Anishma. Welcome to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻട്രാക്റ്റീവ് വീഡിയോ ആണ്. അതിന് മുന്നേ എന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിഷ്മ. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. പിന്നെ എനിക്ക് കോണ്ടൻറ് ക്രിയേഷനും യൂട്യൂബറൊക്കെ ആ ഒരു ഏരിയ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ്. എനിക്കുണ്ടായൊരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ, അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ്, അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ട്രൈ ടു യൂസ് പാരബൻ ഫ്രീ ഓർ സൾഫേറ്റ് ഫ്രീ ഷാമ്പു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ വരെ യൂസ് ചെയ്യുന്നത്, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, എന്നാലും ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ലോറിയാൽ പാരീസിൻ്റെ ഷാമ്പു ഹൈലറോൺ മോയ്സ്ചറൈസർ. അത് വളരെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി ഫ്രിസ് ഫ്രീ ആക്കാനൊക്കെ. അതേപോലെ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ബി ബ്ലൻഡിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ആൻഡ് പിന്നെ സെബാമണ്ടിൻ്റെ ഷാമ്പു, ആൻറ്റി ഡ്രാൻഡ്രഫ് ഷാമ്പു, ഇതൊക്കെ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂസാണ്. അപ്പോൾ ട്രൈ ടു യൂസ് ദിസ്, ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ യു. നെക്സ്റ്റ്, ട്രൈ ടു അവോയ്ഡ് യൂസിങ് ഹെയർ ഡ്രയർ. നമ്മൾ മുടി പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യും, പക്ഷേ അത് അത്ര നല്ലതല്ല. ഹെയറിന് ഹീറ്റ് ഡാമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ മാക്സിമം നാച്ചുറലായിട്ട് കാറ്റത്തോ വെയിലത്തോ ഉണക്കായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ടിപ്പ് എനിക്ക് തരാനുള്ളത്, നമ്മൾ ഉറങ്ങുമ്പോൾ സിൽക്കിൻ്റെ പില്ലോ കേസ് ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ മുടി സ്മൂത്ത് ആക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ മുടിയിലെ ടെമ്പറേച്ചർ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനൊക്കെ, ടെമ്പറേച്ചർ റെഗുലേഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. എപ്പോഴും കൂളായിട്ടിരിക്കാൻ സഹായിക്കുന്നു ഈ പില്ലോ കേസ് യൂസ് ചെയ്യുമ്പോൾ. മോർ ഓവർ ഇറ്റ് കീപ്സ് ഓൾവേസ് ഹെയർ ഹൈഡ്രേറ്റഡ്. അപ്പോൾ പില്ലോ കേസ് സിൽക്കിൻ്റെ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ മുടി സ്മൂത്ത് ആക്കാനും ഫ്രിസ് ഫ്രീ ആക്കാനും ആ ഫ്രിക്ഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ലതാണ് ഈ സിൽക്കിൻ്റെ. അടുത്തത്, യൂസ് എസെൻഷ്യൽ ഓയിൽസ്. എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലാവാം, അപ്പോൾ ഇങ്ങനെ പല പ്ലാന്റ്സിന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഓയിൽസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് നമുക്ക് അനുയോജ്യമായ, നമുക്കത് ബോഡിക്ക് പറ്റുന്ന തരത്തിലുള്ള ഓയിൽസ് യൂസ് ചെയ്യാം. ചിലവർക്ക് അലർജിക്ക് ആയിരിക്കാം, ചിലവർക്ക് അത് കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും അത് പറ്റുന്നില്ല. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽസ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ്, മസാജ് യുവർ സ്കാൽപ്പ്. മസാജിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ എടുത്തിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് നല്ലൊരു ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു അവർ ബ്ലഡ് സർക്കുലേഷൻ. അതുകൂടാതെ തന്നെ നമ്മൾ ഹെയർ വാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരിക്കലും ഓവറായിട്ട് ഹെയർ വാഷ് ചെയ്യരുത്. ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഷാമ്പുവോ കണ്ടീഷണറോ യൂസ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്യരുത്. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഉപയോഗിച്ച് അങ്ങനെ കഴുകി ഡ്രൈ ആക്കരുത് മുടീനെ. അപ്പോൾ ഡോണ്ട് ഓവർ വാഷ് യുവർ ഹെയർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയാൻ കാരണം, ഒരുപാട് ഓവർ വാഷ് ചെയ്യുമ്പോൾ മുടി ലൈഫ്ലെസ് ആയി പോവാണ്. സോ ഡോണ്ട് ഓവർ വാഷ് യുവർ ഹെയർ. അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ലിമിറ്റ്, ഇന്ന കാർബ്, ഇന്ന പ്രോട്ടീൻ, ഇത്രയും ഗ്രാമോ ഇത്രയോ ഉള്ളൊരു കോണ്ടൻറ്റ് ഉള്ള രീതിയിൽ വേണം നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും. അപ്പോൾ ഈ ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കൊളാജൻ കണ്ടെയ്ൻഡ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ സിങ്ക് കണ്ടെയ്ൻഡ് ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ അതായത് സീഡ്സ്, നട്ട്സ്, ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, എഗ്ഗ്, അങ്ങനത്തെ കാറ്റഗറി ഓഫ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല. പ്രോട്ടീൻ കണ്ടെയ്ൻറ്റും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആവുമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഹെയർ ഡാമേജും ഹെയർ ഫോളും അതൊക്കെ സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇന്നത്തെ കാലത്ത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ പഴയ ഹെയറിനെക്കാട്ടും ഇപ്പോഴത്തെ ഹെയർ നല്ലൊരു ഗുഡ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.